ഹലോ ഗൈസ്, ഞാൻ സബത്തേച്ചിയുടെ അമ്മയും കൂടി ഒന്ന് മട്ടാഞ്ചേരി കുരിയച്ചൻ്റെ ഇടയ്ക്ക് പോവാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏത് വഴിയുള്ള ബസ്സിന് പോകണം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഏത് ബസ് ആദ്യം തന്നെ ആ ബസ്സിന് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ തീർത്ഥത്തിലേക്കുള്ള ബസ്സുകാരൻ വന്ന് ഞങ്ങൾ തങ്ങിക്കവല ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ നേരം പഴയ സ്റ്റോപ്പിൽ നിന്ന്, പക്ഷേ പഴയ സ്റ്റോപ്പിലല്ലായിരുന്നു ബസ് തന്നെ, അങ്ങനെ പുതിയ സ്റ്റോപ്പിലാണെന്ന് പറഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് നടന്ന് അങ്ങനെ ഞങ്ങൾ ബസ് കിട്ടി തോപ്പുംപടിയിൽ ഇറങ്ങി. അവിടെ നിന്ന് മട്ടാഞ്ചേരിക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾക്ക് സ്ഥലമൊന്നും അറിയില്ലാത്തതുകൊണ്ട് ബസ് വെച്ച് 3-4 ചേച്ചിമാരെ പരിചയപ്പെട്ട് അവരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവരും അങ്ങോട്ടാണെന്ന് പറഞ്ഞ് അവരുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ കൂടെ പോവുകയാണ്. മട്ടാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ 5 മിനിറ്റാണ് നടപ്പുള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ 5 മിനിറ്റ് നടന്നിട്ടും കുടിയേച്ചിൻ്റെ അടുക്കൽ എത്തണില്ല. 5:10 10 15 15 20 അങ്ങനെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി അങ്ങനെ കുറേ നേരം നടന്നു നിന്നപ്പോഴത്തേക്കും മഴ പെയ്തു. അങ്ങനെ ഞങ്ങളിതേ കുടയായിട്ട് നടക്കുവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലായിരുന്നു, മൂടലുണ്ടായിരുന്നെങ്കിലും വലിയ മഴയില്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്ത്. ഇതാണ് നമ്മുടെ കൂനംകുരിശ് പള്ളി. ആദ്യമായിട്ടാണ് കാണുന്നത്. പള്ളി മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, അങ്ങനെ മനസ്സിലായതാണ്. അപ്പോൾ ഈ പള്ളിയിൽ നമുക്ക് കയറാനായിട്ട് പറ്റിയില്ലായിരുന്നു. നമുക്ക് ഒന്നാമത് വഴി അറിയാമല്ലോ. പിന്നെ പള്ളിയിൽ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി അറിയാമല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പള്ളിയിൽ കയറിയില്ല, നേരെ അവരുടെ പുറകെ വെച്ച് പിടിച്ച്. പിന്നെ ഈ വഴിയിൽ മൊത്തം മസാല ഒക്കെ ഇടണം, അതുകൊണ്ട് അടിപൊളി മണ്ണാണ് നമ്മളവിടെ കൂടെ നടക്കുമ്പോഴത്തേക്കും. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് അതേ കുരിയച്ചൻ്റെ നടയിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു. നേർച്ച ഇടാനൊക്കെ ഭയങ്കര ആളായിരുന്നു. നമുക്ക് അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് മറ്റേ ചുറ്റുവിളക്കാണ്. അവിടെ ഒരു ചേട്ടൻ ഈ എണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ എണ്ണ നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ ഒരു വിളക്കുണ്ട്, ആ വിളക്കിൻ്റെ മേളിൽ നമ്മൾ ഒഴിക്കുക. അതാണ് അവിടുത്തെ നേർച്ച. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആഗ്രഹവും നമ്മുടെ സാധിക്കുമെന്നാണ്. നമ്മുടെ കാണാതെ പോയ വസ്തുക്കളും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് പറയണത്. അതുപോലെ സൈഡിൽ ചേച്ചിമാരെ മുല്ലപ്പൂ ഒക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഉഴിഞ്ഞിട്ട് കുരിയച്ചൻ്റെ കുരിശയിലും കൂടി ഉഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെക്കാം. കുറേ പേര് അങ്ങനെ ചെയ്യണമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പോകണതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റിയില്ല ഒന്നും. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കുർബാന ഒരു 3/4 ഭാഗം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും വരുന്നപ്പോഴത്തേക്കും കുർബാനയും നോവേനയും കൂടി കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുർബാനയൊക്കെ കൂടി നോവേനയും കൂടി അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പള്ളിയിൽ ക്യൂ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ നിന്ന് ക്യൂ ആയിട്ട് നിന്ന് പള്ളിയുടെ അകത്ത് തന്നെ സൈഡിലൊരു കുരിശുണ്ട്. അവിടെയാണ് നമ്മുടെ അപേക്ഷകത്തും കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ കുരിയച്ചൻ്റെ നടയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പള്ളി സ്റ്റാളുണ്ട്. അവിടെ നമുക്ക് കൊന്തയും കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ എല്ലാ കുർബാന നോവനെ കഴിഞ്ഞിട്ട് നമ്മളത് കഞ്ഞി കുടിക്കാനായിട്ട് പോയായിരുന്നു. കഞ്ഞി നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു. നമ്മൾ കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് മട്ടാഞ്ചേരി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ്. അവിടെ നിന്നാലും നമുക്ക് ബസ് കിട്ടത്തുള്ളൂ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ പോണ വഴി ഞാൻ പറഞ്ഞില്ലേ കുറേ മസാലയുടെ മണം ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി തോപ്പുംപടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴത്തേക്കും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ ബിരിയാണി നമ്മൾ വാങ്ങിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ അവർ തരുന്നുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മുടെ ബസ്സിൽ കയറി ചെല്ലാനത്തെത്തി. ചെല്ലാനത്ത് ഇവിടെ നിന്ന് നമുക്ക് ഇനി വീട്ടിലോട്ടുള്ള ബസ് വേറെ കയറണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പോസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലോട്ടുള്ള ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ബീച്ച് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു ആ വഴി പോകാനായിട്ട്. അങ്ങനെ നമ്മളത് വീടിൻ്റെ ഇവിടെയുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ രണ്ടും കൂടി നടക്കുവാണ് വീട്ടിലോട്ട്. അവിടെ മിക്കി മൗസ് കൈമിരിച്ച് വെച്ചിട്ട് ഐ ലവ് അരട്ടുവഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാനറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു വലിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറത്തും കായൽ പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുത്ത്. അപ്പോഴത്തേക്ക് സൗത്ത് വെച്ചിട്ട് അമ്മ പറഞ്ഞ് ഞാൻ നടക്കണൊരു വീഡിയോ എടുത്ത് തരുവാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എടുത്തു തരാൻ നടക്കാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ പുള്ളിക്കാരി നടക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരുടെ നടക്കണ വീഡിയോ എടുത്ത്. അപ്പോൾ കുറച്ച് നേരം നടന്ന് നമ്മളെ വീട്ടിൽ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.